സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളിനെ കാണാൻ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് മരണമില്ലേ? ആ ഒരു രീതിയിൽ സൂക്ഷ്മശാലികളായി ജീവിക്കണം. അല്ലാഹു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം തരട്ടെ. ഇതാ നാളെ SSLC പരീക്ഷ അവസാനിക്കുകയാണ്. 11 മണിക്ക് ശേഷം നമ്മളെ മക്കൾ ഇറങ്ങാൻ പോവാണ്. വാപ്പാ ഉമ്മ നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലേ? 11 മണിക്ക് മുമ്പ് സ്കൂളിലെത്തിയിട്ട് കുട്ടികളെ നിങ്ങൾ കൊണ്ടുവന്നോളണം. ഇല്ലെങ്കിൽ താമരശ്ശേരി ഒരുപക്ഷെ ആവർത്തിക്കപ്പെട്ടേക്കാം. തലമുറയുടെ ലെവല് മാറിപ്പോയി. തന്റെ ഒരു സുഹൃത്താണ്, ഇവന്റെ ജീവനും വിലപ്പെട്ടതാണ്, ഇവനും ഉമ്മയുണ്ട് വാപ്പയുണ്ട്, തേങ്ങിക്കരയുന്ന കുടുംബമുണ്ടെന്ന് മനസ്സിലാക്കാത്തൊരു സമൂഹമാണ് വളർന്നു വരുന്നത്. നബിതങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി. അവസാന കാലഘട്ടം വരുമ്പം മരണം പെരുക്കും, കൊലപാതകം പെരുക്കും. ഹബീബ് റസൂലുള്ളാഹ് എന്തൊരു പേരില്ലേ സ്കൂളിൽ അവസാന ദിവസത്തിന്റെ ഒരു പേരില്ല. സെന്റ് ഓഫ്. മാഷാ അല്ലാഹ്. അതിനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. എന്തൊരുക്കം! മൗലിദല്ലി തവസ്സുലല്ലി പിരിയാനല്ല, നിങ്ങൾ വിചാരിക്കണ്ട അവർക്ക് മൊയ്തീമാല പാടി പിരിയാൻ വേണ്ടി ഒരുങ്ങാന്നല്ല. എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ടീമിന്റെ ബുദ്ധി അങ്ങനെയാണ്. എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കാം, എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാം. അതാണ് രസം. അതിനു വേണ്ടി ആണും പെണ്ണും ചൊരുങ്ങി വിദ്യാർത്ഥികൾ ഇവരിങ്ങനെ മാറുമ്പോൾ, വിദ്യാർത്ഥികളുടെ മനസ്സ് ഈ രൂപത്തിലാവുമ്പോൾ ഇതെങ്ങനെ മാറി എന്നതിന് പല കാരണങ്ങളും അത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നുണ്ട്. ഇത് എന്ന് റെഡിയാകും എന്നാർക്കും പറയാൻ കഴിയൂല. അള്ളാഹു എല്ലാരെയും നന്നാക്കട്ടെ. അതുകൊണ്ട് മക്കളുടെ സെന്റ് ഓഫിന്റെ കാര്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോൾ നോമ്പൊക്കെ നോറ്റ് ഉറങ്ങി നീച്ച് വരുമ്പോഴത്തേന് സെന്റ് ഓഫ് തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് നേരത്തെ ഓർമ്മ വേണം. മക്കളുടെ കാര്യത്തിൽ നല്ല കണിശമായ ശ്രദ്ധ വേണം. ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് വേറെ. മുമ്പൊക്കെ ബാപ്പാരെ പേടിച്ചാണ് മക്കൾ ജീവിക്കല് എങ്കിൽ ഇന്ന് തിരിച്ചായി. ഇന്ന് മക്കളെ പേടിച്ച് വാപ്പ ജീവിക്കുന്ന കാലം. അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യും പടച്ച റബ്ബേ? നീ ഞങ്ങൾക്ക് സൂക്ഷ്മത തരണേ റബ്ബേ. മക്കള് നന്നാവാൻ റബ്ബേ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. മക്കൾക്ക് വാപ്പമാരോട് സ്നേഹമുള്ള, വാപ്പമാരെയും ഉമ്മമാരെയും അനുസരിക്കുന്ന മക്കൾ ഇന്നത് കിട്ടാക്കനിയായ കാലം. ഒന്ന് പറഞ്ഞ് രണ്ടിന് അവർക്ക് ദേഷ്യം വരുന്നു. അവരെ കൂടുതൽ ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമല്ല. എന്താണ് ഇതിങ്ങനെ? ഇവരിങ്ങനെ ഞങ്ങൾ തന്നെ ഉപദേശിക്കാൻ നടക്കുന്നത്. ഉപദേശം എന്നത് അവർക്ക് വേണ്ട. അങ്ങനെ ഒരു തലമുറ വരുമ്പോൾ അപകടമാണ്. നമ്മൾ നന്നായി ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മതബോധം നന്നായി കൊടുക്കണം. ഇൽമിന്റെ 100 മക്കളെ കൽബിലേക്ക് ഇട്ട് കൊടുക്കണം. അതാരാ ചെയ്യുന്നത്? ഇല്ലല്ലോ. മക്കൾക്ക് 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ അത് തന്നെ അരമണിക്കൂർ 25 മിനിറ്റ് ഒക്കെ കിട്ടുന്നുള്ളൂ. അത് കിട്ടുന്ന മക്കൾ അതന്നെ ഫുൾ പോവില്ല. ഏകദേശം ക്ലാസ്സും കട്ടായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളാണ് വരിക. വന്നാൽ തന്നെ വരുമ്പം തന്നെ പറയും, ഉസ്താദ് ഞാൻ അതപ്പം പോട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ആരോ തബറുക്കിന് വന്ന് പോണ പോലെ മദ്രസയിൽ വന്ന് പോകുന്ന സിസ്റ്റമായി. മാതാപിതാക്കൾക്ക് അത്രയൊക്കെ മതിയെന്നായി. എന്റെ മകന്റെ കൽബിൽ ഖുർആന് വേണമെന്ന് ചിന്തിക്കുന്ന ഉപ്പയും ഉമ്മയും കുറഞ്ഞുപോയി. എന്റെ പൊന്നുമോ എന്റെ മനസ്സിൽ മുത്തുനബിയുടെ ഹദീസ് വേണമെന്ന് ചിന്തിക്കുന്നവർ കുറഞ്ഞുപോയി. മുമ്പങ്ങനല്ല. എന്റെ മക്കൾക്ക് നല്ല അറിവ് വേണം, മതബോധം വേണമെന്ന് ബാപ്പക്കും ഉമ്മക്കും വാശിയുണ്ടായിരുന്നു. ഇത് മോനോടെ ഓൻ മദ്രസയിൽ പോയി. പിറ്റേന്ന് വിളിച്ചപ്പോ ഓൻ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞു. സ്കൂളിലേക്ക് എഴുതാണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞു. ഭാര്യ പറയാ പോണ്ടെന്ന് പറഞ്ഞു. പോയിട്ടില്ല. നാളെയോ? നാളെ ഇപ്പൊ എഴുതിയതൊക്കെ നോക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെയും പോകുന്നില്ല. പിന്നെ എപ്പോഴാ പോവുക? അത് ഓൻ പറയുമ്പോ പോവാന്നല്ലത്. ഓന് പോണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്തേലും കാട്ടാൻ കഴിയോ? അത്രയുള്ളൂ മതബോധം.
അത് കുറഞ്ഞതാണ് ഇതിന്റെ ഒക്കെ മൂല കാരണം. ഇൽമ് കൽബിലുണ്ടായാൽ, അറിവ് മനസ്സിലുണ്ടായാൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഹാഫിദീങ്ങൾ പെരുക്കണം. ഖുർആൻ പഠിക്കുന്ന ഹാഫിദുകൾ ആക്കുന്ന മക്കളായി നമ്മളെ മക്കളെ വളർത്തണം. ലഹരി ഇല്ലാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടാനുള്ളത് പള്ളി ദർസുകളാണ്. പള്ളി ദർസിൽ റിപ്പോർട്ട് വന്നിട്ടില്ല, പഠിച്ചോൻ കാക്കട്ടെ. പള്ളി ദർസിൽ ലഹരി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് വന്നിട്ടില്ല. വേറുള്ള പൊതുസ്ഥാപനങ്ങളിലൊക്കെ പ്രശ്നമാണ്. നേരെ മറിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ വളരണം. നമ്മുടെ മക്കളെ ആ വഴിക്ക് ചിന്തിക്കണം, മതബോധം കൊടുക്കണം. അതിന് മൂലമായി ഒന്നാമത് അതിന് സ്ഥാനം കൊടുക്കണേ രക്ഷിതാക്കളെ. അല്ലെങ്കിൽ ഈ മക്കള് വഴിതെറ്റിപ്പോകും. അവര് വടിയെടുക്കുന്നവരും കത്തിയെടുക്കുന്നവരുമായി മാറും. അള്ളാഹുവിനെ പേടി കൽബിലില്ലാത്തവൻ എന്ത് പേടിക്കാനാണ്? എന്റെ റബ്ബ് കാണും, അവൻ എന്നെ ശിക്ഷിക്കുമെന്ന് പേടിയുള്ളവർക്കല്ലേ, പടച്ചോനെ പേടിയുള്ളവർക്കല്ലേ സൂക്ഷ്മതയുണ്ടാവും. അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത സമൂഹത്തിന് എന്തും നടക്കും. അങ്ങനെ ഒരു സമൂഹമായി മാറുന്നതിന് നമ്മൾ തന്നെയാണ് കാരണക്കാർ. മദ്രസകൾ ഇഷ്ടം പോലെ ഉണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട്. കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് അതിന്റെ ഉപയോഗം. അത് മാറി കൂടുതലായി മതബോധമുള്ളവരാക്കാൻ ശ്രമിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലൊരു വാപ്പ് വന്ന് എന്നോട് പറഞ്ഞു, മോന് ഡോക്ടർ ഉസ്താദെ ലണ്ടനിലാന്ന് എന്റെ ഓർമ്മ പറഞ്ഞത്. ലണ്ടനിലാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടത് എന്തോ ഒരു കാര്യം നേടണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യൂ, ബദരീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതാൻ പറയൂ. ഒരു 40 ദിവസമൊക്കെ ബദരീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതിയാൽ അത് നേടിക്കോളും. അപ്പൊ ഇയാള് പറയാ ഡോക്ടറായ മോനെ പറ്റിയിട്ട്, അതിന് മോന് ഫാത്തിഹ അറിയില്ല, ഓന് ഫാത്തിഹ അറിയില്ല. ഇതാണ് കഥ. ഇത് പറയാനും നാണമില്ല. ഫാത്തിഹ അറിയാത്തൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഉപ്പ തീരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. ആ നിലക്കായാൽ കുടുങ്ങിയാൽ തന്നെ ഒരു ഫാത്തിഹ ഓതണ്ടേ, അതുമില്ല. ഈ ഒരു അവസ്ഥയിലാവുമ്പോൾ ഈ ഒരു മക്കൾ എങ്ങനെ വളരും? ഇവര് നാളെ തച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഇവരടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് അറിവ് കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നല്ല സൂക്ഷ്മശാലികളുടെ ജീവിതം നൽകട്ടെ. അറിവിന്റെ വഴി തെരഞ്ഞെടുത്തവര് വെറുതെയാകൂല. ഞാനല്ല പറയുന്നത്, നബിതങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവിന്റെ വഴി തെരഞ്ഞെടുത്ത് ആ വഴിക്ക് കടക്കുന്ന ഒരാള്, അയാൾക്ക് സ്വർഗത്തിന്റെ വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇനി വലിയ വലിയ കോഴ്സുകൾ ചെയ്യുന്ന യുവാക്കളോട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മദ്രസയിൽ പോകാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും നിങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചെങ്കിലും